Good morning to all. Today I am going to teach calculation of non-controlling interest. Before that, what is mean by a consolidated financial statement? എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പാരൻറ്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും അക്കൗണ്ട്സ് ഒരുമിച്ചായിട്ട് കാണിക്കുന്നതിനാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് പാരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ? പാരൻറ്റ് കമ്പനി ഈസ് ആൻ എൻറ്റിറ്റി ദാറ്റ് കൺട്രോൾ വൺ ഓർ മോർ എൻറ്റിറ്റീസ്. അതായത് ഒന്നോ അതിലധികമോ എൻറ്റിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരൻറ്റ് കമ്പനി. അതായത് ഒരു കമ്പനിയിൽ വേറൊരു കമ്പനിയുടെ മോർ ദാൻ 50% ഷെയർസ് കമ്പനി ഏറ്റെടുക്കുമ്പോൾ ആ കമ്പനീനെയാണ് നമ്മൾ പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞാൽ? A subsidiary is a company whose majority of equity shares are held by another company. വേറൊരു കമ്പനിയുടെ കയ്യിലാണ് മെജോറിറ്റി ഷെയർസ്. അതായത് മോർ ദാൻ 50% ആ കമ്പനിയുടെ ഷെയർ വേറൊരു കമ്പനിയുടെ കയ്യിലാണെങ്കിൽ ആ കമ്പനീനെ നമ്മൾ സബ്സിഡറി കമ്പനി എന്ന് പറയും. ഈ മൂന്ന് ടേംസും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് പറയുന്ന വേറൊരു പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് റെഫേഴ്സ് ടു ദി പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ നെറ്റ് അസറ്റ് ദാറ്റ് ബിലോങ്ങിങ് ടു ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. ഇപ്പം നമ്മൾ വോളി ഓൺഡ് കമ്പനി പഠിച്ചു. വോളി ഓൺഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? പാരൻറ്റ് കമ്പനിയാണ് വേറൊരു കമ്പനിയുടെ 100% ഷെയർസും ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയാണ് നമ്മൾ വോളി ഓൺഡ് കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 100% അല്ല, ഇപ്പം 90% ആണെങ്കിൽ ബാക്കി 10% ആരുടെയിലായിരിക്കും? ഔട്ട്സൈഡേഴ്സിൻ്റെ അല്ലേ? ബിലോങ്ങിങ് ടു ദി ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദി ഗ്രൂപ്പ്. അതായത് പബ്ലിക്കിൻ്റെ കയ്യിലായിരിക്കും ബാക്കി 10%. 90% ആയിരിക്കും പാരൻറ്റിൻ്റെ കയ്യിലുള്ളത്. ആ 10% ഉള്ളവരെയാണ് നമ്മൾ അതിനെയാണ് നമ്മൾ 10%-നാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് പാരൻറ്റ് കമ്പനിയുടെ കയ്യിലല്ലാതെ ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ട് ആ ഷെയർസിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് റെഫേഴ്സ് ടു ദി പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ നെറ്റ് അസറ്റ് ദാറ്റ് ബിലോങ്ങിങ് ടു ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദി ഗ്രൂപ്പ്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ പാരൻറ്റ് ഗ്രൂപ്പിലല്ലാണ്ട് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതിൽ 90% പാരൻറ്റ് കമ്പനിയിലല്ല, ബാക്കി 10% ആണ് ഔട്ട്സൈഡേഴ്സ്. ഈ 10% ബിലോങ്ങിങ് ടു ദി ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദി ഗ്രൂപ്പാണ്. അവരെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. വെൻ എ കമ്പനി ഹോൾഡ് മോർ ദാൻ 50% ഷെയർ ഓഫ് അനദർ കമ്പനി ദ റിമൈനിങ് ഷെയർസ് ഷാൽ ബി ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ 50% മുകളിലായിട്ട് പാരൻറ്റ് കമ്പനിയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ 51 എന്ന് വിചാരിച്ചോ, ബാക്കിയുള്ളത് ആരുടെ കയ്യിലേക്കും? ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടി വരാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, എക്സ് ലിമിറ്റഡ് ഹോൾഡ് 80% ഓഫ് ഷെയർസ് ഇൻ വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിൻ്റെ 80% ഷെയർസ് എക്സ് ലിമിറ്റഡിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ 20% ആരുടെ കയ്യിലാണ്? ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ അല്ലേ? This means that 20% shares are held by investors from outside the group. നമ്മുടെ ഗ്രൂപ്പിലല്ലാണ്ട് ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലാണ് ഈ 20%. അതായത് 100%-ൻ്റെ -100 - 80, 20% ഔട്ട്സൈഡേഴ്സാണ്. ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. ദിസ് മീൻസ് ദാറ്റ് എക്സ് ലിമിറ്റഡ് ഹാസ് കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ വൈ ലിമിറ്റഡ് ആൻഡ് മൈനോറിറ്റി ഗ്രൂപ്പ് ഹാസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതായത് ഈ പാരൻറ്റ് കമ്പനിക്ക് കൺട്രോളിങ് ഇൻട്രസ്റ്റും മൈനോറിറ്റി ഗ്രൂപ്പിന് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നമ്മളതാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്, കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതായത് പബ്ലിക്കിൻ്റെ എത്രയുണ്ടെന്ന് അറിയാനാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. ദസ് ദിസ് മെജോറിറ്റി ഗ്രൂപ്പ് ഹാസ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ ദ നെറ്റ് അസറ്റ് ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിൻ്റെ നെറ്റ് അസറ്റിൻ്റെ ഒരു ഭാഗം ഈ മൈനോറിറ്റി ഗ്രൂപ്പിന് കിട്ടേണ്ടതായിട്ടുണ്ട്.
അതിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. Thus, the shares in net asset of a subsidiary company available to the outside investors is known as non-controlling interest. നമ്മൾ പറഞ്ഞത് തന്നെ പാരൻ്റ് കമ്പനിയുടെ അല്ലാണ്ട് ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ എത്രയുണ്ട് അതിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് NCI എന്ന് പറഞ്ഞാൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. ഈസ് ദ ഇക്വിറ്റി ഇൻ എ സബ്സിഡറി നോട്ട് അട്രിബ്യൂട്ടഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു പാരൻറ്റ് കമ്പനിയുടെ കയ്യിലായിരിക്കില്ല, അത് ആരുടെ കയ്യിലായിരിക്കും? ഔട്ട്സൈഡേഴ്സിൻ്റേത്. ദ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വാസ് പ്രീവിയസ്ലി നോൺ ആസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരാം, വാട്ട് ഈസ് മീൻ ബൈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ പ്രീവിയസ് മുമ്പൊക്കെ ഇതിൻ്റെ പേര് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നായിരുന്നു, ഇപ്പോഴാണ് അതിനെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്നാക്കി മാറ്റിയേക്കണേ. Thus, non-controlling interest arises when a parent company hold less than 100%. ഇപ്പോൾ ഈ 100% ഷെയർസ് പാരൻറ്റ് കമ്പനി എടുക്കുകയാണെങ്കിൽ നമ്മളതിനെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്നൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, 100% പാരൻറ്റ് കമ്പനീൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഈ 100 എന്നുള്ളത് 90% ആക്കി കഴിഞ്ഞാൽ 10% പബ്ലിക്കിൻ്റെ കയ്യിലാണ്. അപ്പോഴാണ് ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്യുള്ളൂ. അതാണ് പറയുന്നത്. Thus, non-controlling interest arises എപ്പോഴാണ്? when a parent company hold less than 100%. 100% ആയ പ്രോബ്ലം ഇല്ല. അതിൻ്റെ 100% ഇപ്പം 99% ആയാലും 1% പബ്ലിക്കിൻ്റെ കയ്യിലാണ്. അപ്പം നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. Of equity shares of the subsidiary. If the parent company hold 100% of shares of the subsidiary, there is no question of non-controlling interest. 100% പാരൻറ്റ് കമ്പനി ഉണ്ടാക്കിയ കയ്യിലാണെങ്കിൽ നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല, പബ്ലിക്കിൻ്റെ കയ്യിലൊന്നുമില്ല. ഫുള്ള് ഓൺ ചെയ്യുന്നതാരാ? പാരൻറ്റ് കമ്പനി. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്? Non-controlling interest refers to the proportionate share of interest or net asset that belong to the investors from outside the group. പാരൻറ്റ് കമ്പനി അല്ലാണ്ട് പുറത്തുള്ളവർ എത്ര ഷെയർസാണ് എടുക്കുന്നത് അതിനെയാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.